ബലിയണയുകയാ സകലേശൻ തൻ തിരുമുൻപിൽ ഹൃദയവികാരം പകരുകയാ യാഗത്തിൻ ബലിയിൽ സ്നേഹത്തിൻ കൃപയാ പാടാം നാദനു കീർത്തനമൊന്നായി മാനവരൊന്നായി ചേർന്നിടാം നൽകാം നാദനു ജീവിതമൊന്നായി തൃത്തടമിവിടെ ഉയർത്തിടാം അനുരഞ്ജിതരാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതാ വീണ്ടും നാം ഒരു പുതിയ ദിവസത്തിലേക്ക്, ഒരാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നല്ലവനായ ദൈവത്തിന് നന്ദിയോടുകൂടെ നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഇന്നേ ദിവസം ആണ്ടുവട്ടത്തിലെ 16ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ആത്മീയത, ഒന്നാമത്തെയും അതുപോലെ സുവിശേഷവും നമുക്ക് തരുന്ന ഒന്നാം വായനയും സുവിശേഷവും നമുക്ക് നൽകുന്നത് ഇടയനെക്കുറിച്ചാണ്. ഇടയൻ തൻ്റെ ആട്ടിൻപറ്റത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും എങ്ങനെയാണ് സമീപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആട്ടിൻപറ്റമായ നാം ഓരോരുത്തരും ഇടയനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആത്മീയതയിലേക്ക് കടന്നു വരാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മളെ രോഗങ്ങൾ അലട്ടുന്നുണ്ടാവാം, ഒരുപക്ഷെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാവാം. എന്നിരുന്നാലും അവയ്ക്കെല്ലാം മറുപടി നൽകേണ്ടത്, പ്രത്യുത്തരം നൽകേണ്ടത് നമ്മുടെ യേശുനാഥനാണ്, നമ്മുടെ ദൈവമാണ്. അവിടുത്തെ ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഒപ്പം തന്നെ ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വേണ്ടത്ര യോഗ്യതയോടും ഒരുക്കത്തോടും കൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശിഷ്ടരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, 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 കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു
സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, തൃത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരോട് കരുണയായിരിക്കുകയും അങ്ങേ കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവ്വം അവരുടെ മേൽ വർത്തമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ അവർ സദാ ജാഗരൂകരായി ഇവ കാത്തു പാലിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 23 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവൻ്റെ നാളുകളിൽ യൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ,
എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഒരിക്കൽ വിദൂരസ്ഥമായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇറാനിലെ ഒരു നാടോടി കഥയുണ്ട്. ആ കഥയുടെ പേര് ഇടയൻ്റെ നിധി എന്നാണ്. ട്രഷർ ഓഫ്
ഷെപ്പേഡ് എന്നാണ് അതിൻ്റെ പേര്. ആ കഥ ഇപ്രകാരമാണ്. ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും അവൻ വലിയ ഒരു ജ്ഞാനിയായിരുന്നു. അവൻ ഈ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പലരും അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, വിഷമത്തോടു കൂടിയും പ്രയാസത്തോടും കൂടി വരുമ്പോൾ സാമാന്യമായിട്ടുള്ള രീതിയിൽ അവരെ ആശ്വസിപ്പിക്കുകയും തിരിച്ച് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ആട്ടിടയൻ വളരെ ഫേമസ് ആകുകയും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് സഹായത്തിനായിട്ട് കടന്നു വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഈ വാർത്ത അവിടുത്തെ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടുത്തെ രാജാവും ഒരു ഇടയൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഈ ഇടയനായ ഇയാളുടെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുകയും ഒരു രാത്രി മുഴുവനും അവനുമായിട്ട് ചെലവഴിക്കുകയും അവൻ ചില കാര്യങ്ങൾ അവനെ ഉപദേശിക്കുകയും അതുപോലെ അവന് വേണ്ടി കരുതിയിരുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് ഈ രാജാവിന് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ രാജാവ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ ഈ ഇടയൻ പറയുകയാണ്, അങ്ങ് എൻ്റെ കൂടെ ഈ ഗുഹയിൽ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ രാജാവേ എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് വലിയ സന്തോഷവാനായി മാറുകയാണ്. കാരണം താൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല. ഒരു ഇടയൻ്റെ വേഷത്തിൽ, അല്ലെങ്കിൽ ആ ഇടയൻ്റെ അതേ വേഷത്തിൽ രാജാവ് കടന്നു വരികയും ഒരു രാത്രി ഒന്നിച്ച് താമസിക്കുകയും ചെയ്തപ്പോൾ അവന് തന്നെക്കുറിച്ച് മനസ്സിലായി, താൻ രാജാവാണെന്ന് മനസ്സിലായി. അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച്, അവൻ്റെ അറിവിനെക്കുറിച്ച്, അവൻ്റെ ഈ തരത്തിലുള്ള ആ വലിയ നേട്ടത്തെ ഓർത്ത് രാജാവ് സന്തോഷിക്കുകയാണ്. അങ്ങനെ ആ രാജാവിൻ്റെ ഒരു ജില്ലയുടെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം വലിയ ബുദ്ധിയോടും അതുപോലെ തന്നെ എളിമയോടും കൂടെ ഗവർണറായിട്ട് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള ഗവർണർമാർക്ക് അവനോട് വലിയ അസൂയയും അതുപോലെ ദേഷ്യമൊക്കെ തോന്നുകയാണ്. വീണ്ടും അവനെ കുറ്റം ആരോപിക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. അവർക്കൊരു കാരണവും കണ്ടെത്തുന്നില്ല. അവസാനം അവർ ഒരു കാരണം കണ്ടെത്തി. കാരണം അവൻ എവിടെ പോകുന്നുണ്ടെങ്കിലും ഒരു ഇരുമ്പ് പെട്ടി അവനോട് ഉണ്ടാകും. അതവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അവൻ ഏത് ജോലിയുടെ ഭാഗമായിട്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും ആ ഇരുമ്പ് പെട്ടി കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഇടയനെതിരെ മറ്റുള്ള ഗവർണർമാർ ആരോപിച്ചത്, ഇവൻ ഈ പെട്ടിയുമായിട്ട് പോകുന്നത് മറ്റുള്ളവരിൽ നിന്നും പണം, അഴിമതിയിലൂടെ പണം പിരിച്ചെടുക്കുകയും അതവൻ സ്വന്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ രാജാവ് വിശ്വസിച്ചില്ല. പിന്നീട് ഇവർ പറയുന്ന കാര്യം വിശ്വസിച്ചു. കാരണം ഇവനോട് കൂടെ എപ്പോഴും ഈ ഇരുമ്പ് പെട്ടി അവർ കണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ ഇടയനെ വിളിക്കുകയും, അല്ലെങ്കിൽ ഗവർണറായിരിക്കുന്ന ഈ ഇടയനെ വിളിക്കുകയും, അങ്ങനെ ഈ രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് ഇദ്ദേഹം ഈ രാജകൊട്ടാരത്തിലേക്ക് പോകുകയാണ്. ആ പോകുന്നതിനോടൊപ്പം തന്നെ ഇവനൊപ്പം ആ ഒട്ടകത്തിൻ്റെ പുറത്ത് ഈ പെട്ടിയുമുണ്ട്. അങ്ങനെ രാജാവിൻ്റെ സിംഹാസനത്തിലേക്ക് കടന്നു വന്നപ്പോൾ രാജാവ് പറയുകയാണ്, നിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ നീ കൊണ്ടുവന്ന ആ ഇരുമ്പിൻ്റെ പെട്ടി നീ കൊണ്ടുവരിക എന്ന്. അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ രാജാവ് അവിടെയുള്ള പടയാളികളോട് പറയുകയാണ്, ആ പെട്ടി തുറന്ന് നോക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിൽ പണമോ സ്വർണമോ വെള്ളിയോ ഒന്നുമല്ലായിരുന്നു. ഒരു പഴയ മുഷിഞ്ഞ ഒരു പുതപ്പായിരുന്നു ആ പെട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ടാണ് പണമോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ ഒന്നും കരുതി വെക്കാതെ തന്നോടൊപ്പം എപ്പോഴും ഈ പഴകിയ പുതപ്പുമായിട്ട് പോകുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, ആ ഇടയൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇതെൻ്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള എൻ്റെ സ്നേഹിതനാണ് ഈ പുതപ്പ് എന്ന്.
കാരണം ഞാനൊരു ആട്ടിടയനായിരുന്നപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നു ഇത്. പല രാത്രികളിൽ തണുപ്പിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് എൻ്റെ ഈ സ്നേഹിതൻ മാത്രമേ എന്നോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയാം എൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തങ്ങളും അധികാരവുമൊക്കെ എപ്പോൾ വേണേലും എന്നിൽ നിന്നും അകന്നു പോയേക്കാം. എന്നിരുന്നാലും എൻ്റെ കൂടെ എപ്പോഴും ഒരു സഹായിയായിട്ട് ഈ പുതപ്പൻ്റെ കൂടെയുണ്ട്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ പഴയ ജോലിയിലേക്ക് തന്നെ വീണ്ടും പോകാം. അതിൽ ഞാൻ ആനന്ദിക്കുകയും അതുപോലെ അഭിമാനിക്കുകയും ചെയ്യും. അപ്പോഴും എൻ്റെ കൂടെ ഈ പുതപ്പ് എപ്പോഴും ഉണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഇടയൻ്റെ ഈ തരത്തിലുള്ള പ്രവൃത്തി കണ്ടപ്പോഴും ഈ വാക്കുകൾ കേട്ടപ്പോഴും രാജാവ് വലിയ സന്തോഷവാനായിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീയാണ് യഥാർത്ഥ ഒരു ഇടയൻ, ആടുകൾക്ക് ഒരു ഹാനിയും വരാതെ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തി. ഇങ്ങനെ ഒരു ഇടയനാണ് ജനത്തിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഇടയനെ തൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല ഇടയനെക്കുറിച്ചാണ്. കാരണം യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരോട് വിശ്രമിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോഴും ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നവരോട് വിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോകുമ്പോൾ വീണ്ടും അവർ കാണുന്നത് വലിയൊരു ജനക്കൂട്ടത്തെയാണ്. ഇനി യേശുവിന് അവരോട് അനുകമ്പ തോന്നി. കാരണം എന്താണ്? ഇടയന്മാരില്ലാത്ത അല്ലെങ്കിൽ ഇടയനില്ലാത്ത ഒരു ആട്ടിൻപറ്റത്തെയാണ് അവിടെ യേശുവിന് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ നല്ലൊരു ഇടയനുണ്ടാകേണ്ട 2 സ്വഭാവമാണ് യേശുവിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇടയനില്ലാത്തവരോട് അനുകമ്പയാണ്, കരുണയാണ്. അതായത് ആരും തന്നെ രക്ഷിക്കുവാനില്ലാതിരിക്കുക എന്നുള്ള ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് കടന്നു വരുന്ന ഏവർക്കും ആ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ കരുണ, അനുകമ്പ ലഭിക്കാതിരിക്കുകയില്ല. കാരണം ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് അതുതന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവരോട് യേശുവിന് അനുകമ്പ തോന്നി എന്ന്. വീണ്ടും രണ്ടാമത് യേശുനാഥൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവൻ അവരെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി എന്ന്. വചനം കൊടുക്കുകയാണ്. നിത്യജീവൻ്റെ വചസ്സുകൾ അവിടുന്ന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും തിരുസഭയിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിറഞ്ഞ ഒരു സാന്നിധ്യമാണ് ആ ദൈവവചനത്തിലൂടെയും അതുപോലെ തന്നെ തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന കുദാശകളിലൂടെയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ആവശ്യമായിട്ടുള്ളവൻ, ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടുള്ളവൻ, നിൻ്റെ ജീവിതത്തിൽ നിന്നെ ആരും രക്ഷിക്കുവാനായിട്ട് ഇല്ല എന്ന് നീ തിരിച്ചറിയുമ്പോഴും അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോഴും നീ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുതന്നെയാണ്. നീ യേശുവിലേക്ക് തിരിയേണ്ടതുണ്ട്. കാരണം അവൻ്റെ അനുകമ്പ, അവൻ്റെ കരുണയാണ് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അപ്പമായിട്ട് കുദാശയിലൂടെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ കുദാശയാകുന്ന അപ്പത്തിൻ്റെ കുദാശയാകുന്ന ഈ വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അനേകം അനുഭവങ്ങളുണ്ടാവാം, അതുപോലെ അനേകം മേഖലകളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. ആർക്കും നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കാത്ത വിധം അവയെല്ലാം കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുകമ്പയിലൂടെ, അവിടുത്തെ കാരുണ്യത്തിലൂടെ, ഈ കുദാശയുടെ അകമ്പടിയോടുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായി അവിടുന്ന് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ വേലയിലായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങള എല്ലാ
സമർത്ഥനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകരാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകരാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയിർപ്പും നിത്യ പരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ.
പ്രിയ സഹോദരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അജഗണങ്ങളായ തിരുസഭാതനേരെ വിശുദ്ധിയുടെ പുൽമേടുകളിലേക്ക് നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത മാർപ്പാപ്പയെയും ആലപ്പുഴ രൂപതാധ്യക്ഷൻ ജെയിംസ് ആനാപറമ്പിൽ പിതാവിനെയും ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയെ നീതിയുടെ പാതയിലൂടെ നയിക്കുവാൻ വേണ്ട ആത്മീയ വരങ്ങൾ നൽകി എല്ലാ അജപാലകരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. ദയാപരനായ കർത്താവേ, അങ്ങയുടെ ആലയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന എല്ലാ സഭാമക്കളെയും അങ്ങയുടെ തിരുമാറിൽ ചേർത്തണയ്ക്കണമേ. അനുകമ്പയും സ്നേഹവും നിറഞ്ഞ ഒരു പുതിയ ഹൃദയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. സൗഖ്യദായകനായ ദൈവമേ, പലവിധ രോഗങ്ങളാൽ ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ വിഷമാവസ്ഥകളിലേക്ക് ആശ്വാസമായി അങ്ങ് കടന്നു ചെല്ലണമേ. അങ്ങേ സൗഖ്യദായകമായ സ്പർശനത്താൽ അവരെ സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. കുടുംബങ്ങളുടെ നാഥനായ ദൈവമേ, വിവാഹം എന്ന കൂദാശയിലൂടെ അങ്ങൊന്നിപ്പിച്ച എല്ലാ ദമ്പതിമാരും പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും വിശ്വസ്തയോടെ ഒരുമയിൽ ജീവിക്കുവാനും തങ്ങൾക്ക് ദാനമായി ലഭിച്ച മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചവരായി വളർത്തിക്കൊണ്ടുവരുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. മരണത്തെ ജയിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച നാഥ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണാസന്നരായി കഴിയുന്ന എല്ലാവരുടെയും മേൽ അലിവ് തോന്നണമേ. അവർ ചെയ്തുപോയ എല്ലാ പാപകടങ്ങളും പുറത്ത് അവരെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, നാഥയാചന നൽകണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ ഈ തിരു അൽത്താരയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. തിരുമുൾക്കാഴ്ചയുമാ തിരുനാഥനെ ഞാൻ വന്നിടുന്നു. കനിയേണമേ എന്നിൽ കൃപയേകണേ. അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ. അൾത്താരയിൽ തിരുമുൾക്കാഴ്ചയുമാ
അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ. കരുണാമയ എന്നിൽ കനിയേണമേ, അലിവോടെ ഈ കാഴ്ച സ്വീകരിക്കൂ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഏകബലിയുടെ സമ്പൂർണതയാൽ പഴയ നിയമത്തിലെ വ്യത്യസ്ത ബലികളെല്ലാം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ദാസരിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുകയും ആവേലിൻ്റെ കാണിക്കകൾ പോലെ ഇതിനെയും അങ്ങേ അനുഗ്രഹത്താൽ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ മഹിമയുടെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയും എല്ലാവരുടെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതി ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതികൾ അങ്ങേ മഹിമ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വീണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വീണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിലോസാന. അത്യുന്നതങ്ങളിലോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിൻ ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോടു കൂടി ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിത ശൈലിയിൽ നിന്നും നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനും ഇരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും